ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ആഫ്രിക്കയിലെ ലൈബീരിയയിലാണ്. ലൈബീരിയയിൽ ഞാനിതാ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള മൊൺറോവിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ്, ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഒരു ലിഫ്റ്റ് എനിക്കും കൂടെ തരുമോ? കേനായി ആ വണ്ടിയിൽ മൊത്തം ആൾക്കാരാണ് കേട്ടോ ഓൾറെഡി. ഞാൻ ഒരു ലിഫ്റ്റ് എനിക്ക് കൂടെ തരുമോയെന്ന് ചോദിച്ചാണ്. അതിലിരുന്ന് പോകായിരുന്നെങ്കിൽ പെട്ടെന്ന് എത്തായിരുന്നു. നോക്കട്ടെ, കിട്ടും. ഇന്ന് ലീവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ $2 നമുക്ക് അവിടെ എത്താൻ പറ്റുമായിരുന്നു, ബോർഡറിൽ നിന്ന് ക്യാപിറ്റൽ സിറ്റിയിലേക്കൊക്കെ. ഇങ്ങനെ ചെറിയ ചെറിയ ടൗണും കുറച്ച് വീടുകളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഞാൻ നടക്കട്ടെ. ഇന്ന് ഞാൻ കുറേ നടന്ന് തീരുമാനമാവും. എൻ്റെ കാലൊക്കെ വേദന എടുക്കുന്നുണ്ട്. ലൈബീരിയ വുമൺ എംപവർമെൻറ്റ് പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ. ഇവിടെ എന്തോ വുമൺ എംപവർമെൻറ്റിന് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണുന്നു, അറിയില്ല കേട്ടോ. അതേ ഒരു വണ്ടി വരുന്നുണ്ട്, ലിഫ്റ്റ് അടിച്ചോട്ടെ. ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ആൾക്കാരാ. പിന്നെ എങ്ങനെ ലിഫ്റ്റ് കയറാനാ? വാവ്, നമ്മളെ ചെമ്പരത്തിയാണല്ലോ കാണുന്നത്. പക്കാ കേരളം തന്നെ. ഇത്ര നാളും ചെമ്പരത്തി ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചെമ്പരത്തി വരെ കാണാൻ പറ്റുന്നുണ്ട്. ഡ്രസ്സ് അലക്കിയിട്ട് നിലത്താണ് അവർ വിരിച്ചിട്ടേക്കുന്നത്. കപ്പയൊക്കെ ഫ്രണ്ടിൽ കാണുന്നത്. നമുക്ക് റെഡ് ചെമ്പരത്തി, നമ്മളെ നാട്ടിലുള്ള സെയിം ചെമ്പരത്തിയാണ്. ഹലോ, ഹൗ ആർ യു? ഗുഡ്. ഹായ്. എല്ലാവരും ഫ്രണ്ട്ലി ആണല്ലോ. അങ്ങോട്ടുള്ള ഏരിയയിലേക്കാണ് അധികം ഫ്രണ്ട്ലി അല്ലാണ്ടിരുന്നത്. ഒരു ക്യൂട്ട് ഡോഗെല്ലാം അവിടെ കാണുന്നുണ്ട്, ഒരു കുഞ്ഞു കുട്ടിയും. ഇടയ്ക്കെല്ലാം ഇങ്ങനെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു വണ്ടി പോകുന്നുണ്ട്. ഇതിൽ സ്ഥലം ഉണ്ടോ മുകളിലിരിക്കാൻ? ഇല്ല, മറ്റേ പാമ്പുണ്ടല്ലോ, പാം ട്രീൻ്റെ പാമാണ് കൊണ്ടുവന്ന് കാണുന്നത് കേട്ടോ. ഇവിടെ കുറേ ബിസ്ക്കറ്റ് സാധനങ്ങളുണ്ട്, അത് കുറച്ച് മേടിച്ച് വെക്കാം, ആകുമ്പോൾ പിള്ളേർക്ക് കൊടുക്കാമല്ലോ, ആണ് ഞാൻ വിചാരിക്കുന്നത്. ഹലോ, ബിസ്ക്കറ്റ്. അവിലല്ല ഇവിടെ ഇട്ടിട്ട്, അവില് ഈ സാധനങ്ങളൊക്കെ. ബിസ്ക്കറ്റ് ഹൗ മച്ച്? യാ 200. ഒരു 200 മേടിക്കുന്ന കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാം എളുപ്പം. നോ 300. യാ 300 ഞാൻ മേടിക്കുന്നു കേട്ടോ. എന്താണ് ഇവിടുത്തെ നോട്ടൊക്കെ ഭയങ്കര പഴയ നോട്ടാ, ഇങ്ങനെ കീറി പറയാറായിട്ടുള്ള ലൈബീരിയൻ ഡോളേഴ്സാണ് കേട്ടോ. ഞാനിതാ ഈ ബാഗ് നിറയെ ചോക്ലേറ്റ് മേടിച്ചേക്കാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് ബിസ്ക്കറ്റിനേക്കാളും നല്ല ഇതാണ്. ബിസ്ക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരെണ്ണം ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ ഷെയർ ചെയ്യൂല. ഇതാകുമ്പോൾ ഒരാൾക്ക് ഒരെണ്ണം അങ്ങനെ കൊടുക്കാമല്ലോ. ഞാൻ ഇത് മൊത്തം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ എനിക്ക് കൊടുത്തിട്ട് ഇതാക്കാം. ബിസ്ക്കറ്റ് ആണെങ്കിൽ അവർ അടി ഉണ്ടാക്കുകയും ചെയ്യും, ഒരു ഫുള്ള് ഒരാളെടുക്കും, ഷെയർ ചെയ്യുകയും ചെയ്യൂല കേട്ടാ. അവർ തീരെ ഷെയർ ആക്കൂല, കാരണം അവർക്ക് പെട്ടെന്ന് ഒരെണ്ണം കിട്ടുമ്പോൾ ഭയങ്കര ആക്രാന്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഷെയർ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ഇതാണ് ബെറ്റർ. സോ ഞാനിതാ ഇങ്ങനെ നടക്കുന്ന കേട്ടാ. അയ്യോ, നടന്ന് ഉപ്പാട് ഇളകിയിട്ടുണ്ട് എൻ്റെ. ഇപ്പം നല്ല റോഡൊക്കെ ഉണ്ട് കേട്ടോ. റോഡിന് എത്ര നേരം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അങ്ങോട്ട് നോക്കി, അവിടെ ഒരു പുള്ളിക്കാരി ഒരു കുഞ്ഞു കൊച്ചിനെ ഇട്ട് പുറകിലിട്ടിട്ട് പോകുന്നത്. ഓൾറെഡി അതൊരു ചെറിയ കുട്ടിയാണ്. ആ ചെറിയ കുട്ടി തന്നെ പുറകിൽ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ കുട്ടി തന്നെ ആയിരിക്കും, ചിലപ്പോൾ ആരുടെയെങ്കിലും കുട്ടിയായിരിക്കും. അതായത് ചിലപ്പോൾ സിബ്ലിങ്സോ അങ്ങനെ വല്ലതും ആയിരിക്കും കേട്ടോ. നമുക്ക് പറയാൻ പറ്റൂല എന്താണ് ഏതാണെന്നുള്ളത്. നമുക്കിപ്പോൾ കണ്ടോ ഫുൾ ഗ്രീനറി കാണാൻ പറ്റുന്നുണ്ട്. കുറേ നേരം നടന്നു, എന്നിട്ട് വണ്ടിയൊന്നും കാണുന്നില്ല. ഇന്ന് ഹോളിഡേ ആയിട്ടാന്ന് തോന്നുന്നു. ഇവിടെ ഒരു വണ്ടിയും പോകുന്നില്ല. വെള്ളം തീരാനായി. ദൂരെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, നോക്കിയോട്ടെ. ലിഫ്റ്റ് അടിച്ച് നോക്കാം. ടാക്സിയാന്ന് തോന്നുന്നു കണ്ടിട്ട്, ഷെയർ ടാക്സി. അത് ഷെയർ ടാക്സിയാ, ഓൾറെഡി ഫുള്ളാണ്. ഫുള്ളല്ലെങ്കിൽ അവർ നിർത്തിയിട്ടുണ്ടാവും. കാര്യമില്ല, വെയിറ്റ് ചെയ്യാം. നടന്ന് നല്ല ടയർഡായി.
ബാഗിന് അത്ര നീളമില്ല കിടക്കാൻ. ഇവിടെ എനിക്കൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാഗ് ഇതവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഇറ്റ്സ് ഓക്കെ. ഞാൻ ബാക്കി ഇരിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ബാക്കി ഇരിക്കണ്ട. ഹായ് ഹായ്. അയ്യോ താങ്ക് യു സോ മച്ച്. ബാക്കി ഇരിക്കാന്ന് പറഞ്ഞിട്ട് ബാക്കിൽ എന്നോട് ഇരിക്കണ്ട, ഫ്രണ്ടിൽ ഇരിക്കാൻ സ്ഥലമുള്ളപ്പോൾ എൻ്റെ ബാക്കിൽ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാ. ഓക്കെ താങ്ക് യു സോ മച്ച്. അവര് മൊൺട്രോവിയയിലേക്കാണ് പോകുന്നത്, ക്യാപിറ്റൽ സിറ്റിയിലേക്ക് തന്നെയാണ് കേട്ടോ. ഇത്രയും നേരം ഇരുന്നില്ലേ, അതാണ് അപ്പം എനിക്ക് സ്ട്രൈറ്റ് കിട്ടിയപ്പോ. പോകുന്ന വഴിയെല്ലാം വിജനായിട്ട് കിടക്കാണ് കേട്ടോ. ഇടയ്ക്ക് മാത്രമാണ് വില്ലേജ് കാണുന്നുള്ളൂ. ഈ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നൊക്കെ ചിലപ്പോൾ ഒരു 10 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ വില്ലേജ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും അവരിങ്ങനെ നടന്നു പോകും. അവരൊരു 10 കിലോമീറ്റർ ഒരു ദിവസം നടക്കുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത്രയും സ്പീഡിൽ ഞാൻ ഈ വണ്ടിയിൽ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടി മൂവ് ചെയ്യുന്നത് എത്ര സ്പീഡിലാണ്. എന്നിട്ട് തന്നെ 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ ഇനി അങ്ങോട്ട്. ഈ വണ്ടി ഇപ്പോൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പാതിരാത്രി ആവുമായിരുന്നു എത്താൻ, പക്ഷേ ഇനി ഞാൻ കുറച്ച് പെട്ടെന്ന് എത്തും കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6:15 അപ്പോൾ 7:15 8:15 ആകുമ്പോൾ ഞാൻ അവിടെ എത്തും കേട്ടോ. ഫുൾ പച്ചപ്പ്, നമ്മളെ കേരളത്തിൽ ഏതോ റോഡിലൂടെ പോകുന്ന പോലെ തന്നെ ഉണ്ട്. അതാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്രയും ചെറിയ റോഡാണല്ലോ, ഇവിടെ അത്യാവശ്യം നല്ല റോഡാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അത്ര ഇതായിട്ടുള്ള റോഡല്ല കേട്ടോ. ഇവർ വരുന്നത് എവിടുന്നാന്ന് അറിയോ? ഇവർ ഫ്രീ ടൗണിൽ നിന്നാണ് വരുന്നത്. രാവിലെ 11 മണിക്ക് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഫ്രീ ടൗണിൽ നിന്ന്. ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഫ്രീ ടൗണിൽ നിന്നാണ് ഇത്ര സ്പീഡിൽ വന്നിട്ട് അവരിപ്പോൾ ഇവിടെ എത്തി കേട്ടോ. അവിടെ മുതൽ ഇവിടം വരെ ഏകദേശം ഒരു 550 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ എറണാകുളത്തു നിന്നൊക്കെ നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്ന ഒരു ദൂരമുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഒരു ലോങ് റൂട്ട് എടുക്കാറുണ്ട്. കാറിലൊക്കെ പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. ഈ ലൈബീരിയ ടു സിയർ ലിയോൺ ടു ലൈബീരിയ ഒക്കെ. ഈ ഒരു വണ്ടിയിൽ എന്തോരം സാധനങ്ങളാ നോക്ക്. നമ്മളെ നാട്ടിലാണെങ്കിൽ MVD വെക്കും, ശരിയാ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതുപോലെ ഉണ്ട്, പക്ഷെ കേരളത്തില് ഇതുപോലെ ഒന്നും ഇല്ല കേട്ടാ. എന്തോരം സാധനങ്ങളാ ഇവരെന്നെ പറയുന്നത്. ഞാൻ ആ മുട്ടായി അവർക്ക് കൊടുത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങള് കുട്ടികളാന്ന് പറഞ്ഞിട്ടല്ല മുട്ടായി എല്ലാം മേടിച്ചത്. If it's in my place like this, police will catch and make it fine. There's lots of it's a traffic offense. Yeah. Here people no problem. No problem. വൈകുന്നേരം ആവുന്ന സമയത്ത് ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ, അതുപോലെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നത് കാണാം കേട്ടോ. ഇവിടെ എല്ലാം പാം ട്രീസ് ആണ് കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരുപാട് പ്രൊഡക്ഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് എ പാം ട്രീ എവരിവെയർ. കാണുന്ന മൊത്തം പാം ട്രീസ് ആണ് കേട്ടോ. Again he want to marry എന്നെ കല്യാണം കഴിക്കണം എന്നിട്ട് യൂറോപ്പിക്ക് കൊണ്ടുപോകാനാ പറയുന്നത്. 2 ഭാര്യമാർ ഓൾറെഡി ഉണ്ട്, ഇനി എന്നെ കൂടെ കല്യാണം കഴിക്കണം. So he is a Muslim, right? Yeah, he's a Muslim. Good. Because Muslim people can marry many people. Yeah, sure. 4 people? Yeah, sure. Four people. Okay. അത് ഇവിടെ അവര് പ്രാക്ടിക്കലി അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ മുസ്ലിംസ് ഉണ്ടെങ്കിലും നമ്മളങ്ങനെ ഈവൻ ഇൻ മൈ പ്ലേസ് people can marry 4 people but they marry only 1 people if they are financially good, but still they don't marry. Yeah, it's the wife will kill first wife. അല്ലേ, നമ്മളെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ബഷീർ ബാഷിന്റെ മാത്രം അങ്ങനെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളൂ. ഉണ്ടാവുമായിരിക്കും 2 ഭാര്യമാരൊക്കെ ഉള്ളത്. പിന്നെ എപ്പോഴും ഒരു വട്ടം റീൽസിലൊരു കപ്പിൾസിനെ കണ്ടിട്ടുണ്ട് 2 ഭാര്യമാരുള്ളത്, പക്ഷെ അതിൽ കൂടുതൽ കണ്ടില്ല. ഇവിടെ 3, 4 ഒക്കെ കോമൺ ആണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി നമ്മളെ ഭാര്യേനെ നോക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 4 പേരെ കല്യാണം കഴിക്കാന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും അങ്ങനെയല്ല. ഇവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏതാ റിലീജിയൻ എന്നൊക്കെ. എനിക്ക് റിലീജിയൻ ഇല്ല എന്ന് പറയുമ്പോൾ അവര് അതെന്താന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ ഓക്കെയാണ്. എൻ്റെ അടുത്ത് ഇവരെന്നെ ചോദിച്ചു, കുറേ പേര് ചോദിച്ചു. ഇതൊക്കെ ഉണ്ടോ നമ്മളെ നാട്ടിൽ ഏതോ പാലത്ത് കൂടെ പോകുന്ന പോലെയാണ് കാണുന്നത്. ഇതിന്റെ സൈഡിലൊക്കെ അവര് മണലെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ അവര് മണലെടുത്ത് ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മണലെടുത്ത് കഴിഞ്ഞാൽ എന്തോ വെള്ളം എന്തോ നിൽക്കൂലല്ലോ. പിന്നെ അവിടെ സൈഡിലൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ചെറിയ തോണികളൊക്കെ ഉണ്ട്, അലക്കുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം പോയിട്ട് അങ്ങനെ നിൽക്കാൻ തോന്നുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു നേരെ പോകുന്ന വഴിയിൽ നിന്ന് ഉൾഗ്രാമത്തിലേക്ക് എടുത്തു പോയിട്ട് എന്നിട്ട് അങ്ങോട്ടൊക്കെ ഇറങ്ങേണ്ടി വരും തോന്നുന്നുണ്ട്. ആ വെള്ളം അവർ കുടിക്കുന്ന പറയുന്നത് കേട്ടോ. സോ ദാറ്റ് ഇറ്റ് വിൽ ഡ്രിങ്ക്
drink? Yeah, well, we drink this water. It's running. Pure for us. But the color is different. I know. It doesn't matter. No, doesn't matter. Doesn't matter. Not Africa. As long as Africa. As long as you're born here, As you're raised here, it won't hurt you. Wow. Don't- Yeah. Outside, you go ahead, you drink it, you die. കണ്ട ഇവിടെ ജനിച്ച് ഇവിടെ വളർന്നു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇവിടെ ഈ വെള്ളം കുടിച്ച ഒരു കുഴപ്പമില്ല. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ വെള്ളം കുടിച്ചാൽ ചത്തുപോകുന്നു. അയ്യോ ഞാൻ ആ പാക്കറ്റിൽ കുടിക്കുന്ന വെള്ളം തന്നെ. What about the packet water? It's good, right? Yeah, it's good also. It's good. But no problem, right? Yeah. This one. Yeah, because I used to buy this one. Okay, good. So far, no problem for me. Okay. Everything is good. Okay, good. So I hope it will be good again. Yes, Yeah. always good. Yeah, കാരണം ഇവിടെ ആ വെള്ളം അത് കുടിക്കും. എനിക്കറിയാം ഇവര് കുടിക്കുന്നുള്ളത്. പക്ഷെ എനിക്ക് പേടിയാണ്. കാരണം വെള്ളത്തിനെല്ലാം പല അസുഖങ്ങളും വരും. പക്ഷെ ഇവര് ജനിക്കുമ്പോ തൊട്ട് അത് കുടിക്കുമ്പോ പ്രശ്നമല്ല. ചിലർക്ക് തണുപ്പായാലും ചൂടായാലും ഒന്നും കുഴപ്പമില്ലല്ലോ. അവർ ആ വെതറായിട്ട് അഡാപ്റ്റ് ആവും. നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ ആളുകൾക്ക് അധികം ചൂടൊന്നും കുഴപ്പമില്ല. കാരണം നമ്മുടെ നാട്ടിൽ നല്ല ചൂടല്ലേ. You have to drink. Yeah, as long as you travel. You have to smoke. You have to drink. I don't No. drink. You I don't don't drink? smoke. I drink, but I don't smoke. You don't smoke. No. Okay. No That's why I smoking. don't want to smoke you, right? Calm down and No, smoke. I don't smoke. Okay. Yeah, I'm good. So you don't do anything? Nothing. You don't like? Why? Nothing. Okay. You never try? No, You okay. don't smoke, you don't drink, but you like woman, this one. സീനി കള്ള് കുടിക്കൂല, സിഗരറ്റ് വലിക്കൂല, പക്ഷെ പെണ്ണ് കുടിക്കുന്ന അതിനാണ് അർത്ഥം. വുമണ്ണെ ഇഷ്ടാണെന്ന് അതാണ് പറയുന്നത്. അവരവിടെ വലിച്ചോണ്ടിരിക്കാണ് കേട്ടോ. നിർത്തിയിട്ട് എങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇടക്കിടക്ക് നിർത്തിയിട്ട് വലിച്ചിട്ടാണ് ഇതാക്കുന്നത്. So funny. How many wives you have? 1, 2? I lost my first wife. Huh? I lost the second wife. Now I have 2. I have 11 So kids. you married 4 before? No. What? Then I didn't I understand. married the first one. Yeah. He died. Okay. I married the second one. Okay. He died. Okay. Then I married the third one. Okay. Then I married the fourth one. So I have only 2 together. I understand. First one you married, she's no more. The Yes. second one you married, she's no more. Yes. Then third one you married, and fourth one you married. Yes. So he already married 4 married. Yes. Now, 4th time he married, but 2. Yeah, I understand. So he wants you to make you 3. So Yeah, now he want to make 3. now the 5th marriage. 5th marriage, wow. So you are going Crazy. to be making 3. Crazy. This is crazy, seriously. So how many kids in I have 11 kids. 11 kids? Yes. 6 boys, 5 girls. Is it true? He has 11 children. I can't believe it. 11 kids. So you had to take care of everyone. Yes. 11 kids. 11 kids. Yes. 11 kids. Okay. So your first wife or second wife or third wife, how it is? Like 1 wife 5 or 5 like that? No, The first one. my first one have 4. First one is 4. Yes. Okay, second Second is 3. is 3. Third is 3. Third is 3. Yes. Oh, okay. The fourth one not baby. Yes. Baby, yes. Okay. So you will make baby again for the fourth. Yes. Wow. I never met someone like him. Seriously. Because now he already have 11 kids and he going to make more. Yes. You are rich. You are super rich. Super You are rich. super rich with the money and love. Money and love. Seriously. No money but love. Oh, just How many love. kids? No money but love. Yes. Yeah. He's rich in love. Right? Yes. No money but love. How many kids? No money but kids. So lots of love. So when I marry you, you have to give me 5. I I don't. will have 5 kids from India. Yes. I don't want to marry anyone. I don't want kids. Not even you. Not anyone. No. You are going to marry me. Nah. Give me 5 kids. എന്താ പറയുന്നതൊക്കെ എന്നെ കല്യാണം കഴിച്ച 5 പിള്ളേര് വേണം പോലെ എന്നില് 5 ഇന്ത്യൻ പിള്ളേര്. എനിക്കിവിടെ ഒരു കല്യാണം ഒരു കുട്ടി വേണ്ട പറഞ്ഞിരിക്കണം ഞാനാണ്. എൻ്റെ അടുത്താണ് ഈ പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് കിളി പോയിട്ടിരിക്കണേ.
You know, it's very difficult to get women to marry for the men in India. Oh. Yeah, because I don't know what's the reason, but nowadays women don't want to marry anyone. Oh. So, but the men want to marry everyone. Yes, yes, yes. So that's why I think the reason I don't know. നാട്ടിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് പെൺകുട്ടികൾക്ക് ആർക്കും ഇപ്പൊ കല്യാണം കഴിക്കണ്ട, ആൺകുട്ടികൾക്ക് എല്ലാവർക്കും കല്യാണം കഴിക്കണം, പെണ്ണ് കിട്ടാനില്ല, 30 വയസ്സ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാനില്ല എന്നൊക്കെ. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരുപാട് പേര് 30 വയസ്സ് കഴിഞ്ഞവര് പെണ്ണ് കിട്ടാത്തവരെങ്ങനെ നടക്കുന്നുണ്ട്, പെണ്ണ് അന്വേഷിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനേ വലിയ കാര്യത്തിൽ ആളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആൾക്ക് 2 ഭാര്യമാരുണ്ട്. So you also have 2 wives? 2 wives. The one is at Bo. Okay. The other one she's at Freetown. Okay, that's good. So you can stay in different It's places. different place. Yeah. I have 3 days Yesterday I to was stay staying in in Bo. Freetown. Okay. I have 3 days to stay in Freetown to another wife. Okay. I have another 3 days to stay in Bo to my another wife. Okay. Yes. ബോലും ഫ്രീ ടൗണിലും ഉണ്ട്. ആളുടെ വീട് സിയാർ ലിയോണാന്ന് പറഞ്ഞല്ലോ. So how many kids you have? 5. Okay, total 5. All the 5 for the first wife. The first wife. The first wife? Yes. How much? 5. 5. Yes. So the second? No. Okay, second. No. So you will make more babies. Yes, yeah, I make in more the babies. second. Yeah, Okay. sure. So when you marry the second wife, the first wife, no problem? No problem. No, I have some problem with the first wife. Okay. But she's okay now. She's okay. Oh, she's okay now. Yes, she's accepted the second wife. Okay. രണ്ടാമത്തെ ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നു, രണ്ടാമത് പിന്നെ സംസാരിച്ചെല്ലാം സെറ്റാക്കി തോന്നുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. So now 2 wife is happy. Yeah, the two is happy. She's Okay, happy. that's good. So what about you? I got 4 children. 4 children. How many wives? I'm not married. Not married. That is another crazy thing. അവൻ കല്യാണമേ കഴിച്ചിട്ടില്ല, പക്ഷെ അവന് 4 കുട്ടികളുണ്ട്. In India, if you marry only, you will have kids. I'm not. Listen, I got 4 children by 4 different women. You have 4 children in 4 different women. So you also almost have 4 wives. I don't have wife. Yeah, you don't have wife, but you have I'm your not girlfriend. married. I'm not married. I don't Yeah, have you're not girlfriend. married. So you will marry? Nope. No? Oh, you don't want to marry. You just want to have a girlfriend, then make baby like that, right? So you will take care of your babies? I always take care of my babies. Oh, that's good. That's good. My first one is 20 years. Oh, My first son First son. is 20 years. Okay. So how old are you? I'll be 40 next month. Oh, okay. You don't look like that. You look more young. Yeah. 40 വയസ്സാവാനായി. മൂത്ത ആൾക്ക് 20 വയസ്സെന്ന്. അപ്പോൾ ഇവന് 19 വയസ്സെങ്ങാണ്ടുള്ളപ്പോൾ ഇവന് കുട്ടിയായിട്ടുണ്ട്, ആദ്യത്തെ കുട്ടി. അതുകൊണ്ടാണല്ലേ മൂത്ത ആൾക്ക് 20 വയസ്സായത്. ഓ, സമ്മതിക്കണം. ഒരാൾക്ക് 2 ഭാര്യമാരും 11 മക്കളും. ആദ്യത്തെ 2 പേരെ കല്യാണം കഴിച്ചു, അവർ മരണപ്പെട്ടു. പിന്നെ 2 കല്യാണം കഴിച്ചു. അങ്ങനെ 4 കല്യാണം കഴിച്ചാൽ 2 ഭാര്യമാരിൽ 11 മക്കള്. ഇനി കുട്ടികൾ ഉണ്ടാക്കാൻ പോകുന്നു. ഇവിടെ ആണെങ്കിൽ 2 ഭാര്യമാരിൽ 5 മക്കള്. ഒരു ഭാര്യയിൽ, രണ്ടാമത്തെ ഭാര്യയിൽ കുട്ടികളെ കൂടുതൽ ഉണ്ടാക്കാൻ പോകുന്നു. ബാക്കിലിരിക്കുന്നവര് 4 മക്കളും 4 വേറെ വേറെ പെൺകുട്ടികളിൽ നിന്ന്. അവരാരെയും കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കാൻ വേണ്ട. I never see like this. Maybe if I ask too many people, I can see like this, right? Yes. Yeah, everyone will marry many people like that. But maybe now I'm talking to you, that's why I know it. Yes. Before I just walk, how I know how many wives and how many children they have, I don't know. Okay. That's why now I shop, you know. I see lots of children, but I don't know Yes. in one home how many So they people. know. So they know him. Yeah, if I talk to them, maybe I will know it. Yeah, sure. Yeah, now I know. Now I wonder. In India, most of the people only one wife. Okay. Yeah. Even if it's a girlfriend, only one girlfriend. Oh, in India. Yeah, and 1 or 2. 2 is normal. Very common. 3 is maximum for one family like that. Okay. I don't know. Most of the people I know, who have like 2 children. This is crazy anyway. ഞാനിപ്പോ വേറെ ആൾക്കാരോടൊക്കെ ചോദിക്കാൻ നിന്ന് ഇതേപോലെ എനിക്ക് അറിയുന്നുണ്ടാവൂലല്ലോ. ഇപ്പൊ ചോദിച്ചോണ്ടാണല്ലോ ഞാൻ ഇത് അറിഞ്ഞത്. അതാ ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ റോഡൊന്നും ഇല്ല കേട്ടാ. റോഡെല്ലാം മോശമായിട്ടുണ്ട്. അതുകൊണ്ടാണ്
എനിക്ക് മനസ്സിലായത് ഇത്രയും ടൈം എന്തിനാ എടുക്കുന്നത് ഞാൻ വിചാരിച്ചു. നല്ല റോഡാണെങ്കിൽ ഇത്രയും സമയമൊന്നും എടുക്കൂല. ഫുള്ള് പൊടിയായി അയ്യോ എന്ത് ചാട്ടാ ചാടുന്ന ഇവര് സ്ലോ ആയിക്കുന്നില്ല. സ്ലോ ആക്കാതുകൊണ്ട് ചാടിയിട്ടാ പോകുന്നത്. അതും ഐഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. എന്നിട്ടാണ് ഈ അവസ്ഥ കേട്ടോ. കുഞ്ഞു പിള്ളേർ സാധനങ്ങളെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നത് കണ്ടാ. ബോമി ഓക്കെ. ഓരോ പ്രൊവിൻസ് പോലത്തെ ഇതാണ് പറയുന്നത്. ബോമി എന്ന് പറഞ്ഞിട്ടുള്ള ഇതാ പറയുന്നത്. കണ്ടാ ഫുള്ള് അവക്കാഡോയോ, പൈനാപ്പിള്, അവക്കാഡോ. എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. What is that white one? Yeah, the pollo. What is that? From the palm tree. Palm wine. Tree, yeah, palm tree. Yes, palm wine. Okay, palm wine. Oh, okay, liquor. It's a liquor. Oh, okay, India. It's like a beer. Yes. No, it's not like Palm beer. It's not like beer. Not beer. That is the African beer. Yeah, I understand. I know. I think we have in India, but not palm. The different. പാം എന്നാണ് അവർ ഇതുണ്ടാക്കുന്നത്. ചാരായം തന്നെയാണ് നമ്മളെ വാറ്റ് ചാരായം അല്ലെ കള്ളില്ലേ, ചെത്തിയിറക്കിയ കള്ള്. ആ ചെത്തിയിറക്കിയ കള്ള് പോലെ തന്നെയാണ്. റോഡുണ്ട്, പക്ഷെ റോഡ് വളരെ മോശമാണ്. ഇടക്ക് മാത്രം എന്തേ ഒന്ന് ഇച്ചിരി നല്ല പോലെ ആവുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുണ്ടും കുഴിയും വളരെ മോശമാണ്. കണ്ട റോഡിൻ്റെ അവസ്ഥ. ഒരു എന്താ അത് പൊളിഞ്ഞ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിട്ടാണുള്ളത്. ഏതൊക്കെ വഴിയിലൂടെ നമ്മൾ പോകുന്നത്. നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിച്ച് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഷോക്കായിട്ടുള്ളൊരു കാര്യം കൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകളും ഇസ്ലാം വിഭാഗത്തിലെ ആളുകളും ഈ രാജ്യത്തുണ്ട്. സോ ഇസ്ലാം ഓർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ഹൈ ഹിയർ ഇൻ ലൈബീരിയ? It's Christian. Christian is more high? It's a Christian nation. Okay, Christians ആണ് കൂടുതൽ ഇവിടെ ഉള്ളത് കേട്ടോ. So when the Christian people they die, after they will keep 1 month for a mortuary their body. It depends. Yeah, like if someone don't have money to buy coffin. If they don't have, listen, here, Yeah. when your children are overseas, like in America or Europe or UK, they will keep the body in the mortuary until the children come Okay. and bury. And then you'll pay. As long as the body's at the mortuary, you'll pay Yeah. for it. Yeah, but For some family, they keep the body to raise money to You have to bury. raise money to bury. But you still have to pay. The mortuary yeah, so people better if someone died, why they want to keep in the mortuary the to same keep day? the body fresh. Yeah, but I'm asking, like, if they don't have enough money to buy the coffin to the box. Then they bury the Muslim way. They wrap you in sheets and bury you the Muslim way and put you in a hole. Yeah. If you come from the poor family, they will do bury like a Muslim. Yeah, they'll bury you like a Muslim. So we as a Muslim, Uh, you died this night. Tomorrow by 2 o'clock we bury you. There is no protocol. Okay, You okay, have okay. nothing to. Okay. To keep You the don't body. keep in the mortuary. No. Okay. But Christians, they want to go do the church. Yeah, They want to put you in the church. yeah, Let understand. people pray for you. They want everybody to see you to know that you have died. Yes, I understand. Okay, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓൾമോസ്റ്റ് 1 മാസം 2 മാസമൊക്കെ മോർച്ചറിയിൽ വെക്കുന്നവരുണ്ടാവും. കുഴിയാണ്, നല്ല ചാട്ടമുണ്ട്, റോഡ് മോശമാണ്. ഓൾമോസ്റ്റ് ഞാൻ എത്താനായിട്ട് തോന്നുന്നു. ഇപ്പം 8 മണിയെല്ലാം ആവാനായിട്ടുണ്ട് കേട്ടോ. 8 മണിയായി, 7:58. സോ അതാണ് സംഭവം. നമുക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ, ലൈക്ക് അടക്കം ചെയ്യാനൊന്നും പൈസ ഇല്ലെങ്കിൽ അവർ മോർച്ചറിയിൽ കൊടുക്കാൻ പൈസ വേണം. പക്ഷെ കുടുംബക്കാരെല്ലാം ഇങ്ങനെ കുറച്ച് കൊടുത്ത് ഹെൽപ്പ് ആക്കും എന്നൊക്കെയാണ് പറയുന്നത്. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ നോക്ക്, അതിലിങ്ങനെ നിൽക്കുന്നുണ്ട. അത് അവർ സമ്മതം ചോദിച്ചിട്ടൊന്നും ആയിരിക്കില്ല കേട്ടോ. അതിലിങ്ങനെ കയറി നിൽക്കുക. അതിങ്ങനെ നോർമലി എനിക്ക് കുറേ ഇങ്ങനെ കാണാറുണ്ട്. അവരിങ്ങനെ നമ്മളോട് ലൈക്ക് ഡ്രൈവറിന് അറിയുന്നൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഡ്രൈവറിന് അറിയുന്നുണ്ടെങ്കിലും അവരൊന്നും ഇതാക്കൂല. ഇന്നിവിടെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഫുള്ള് പബ് പാർട്ടി കാര്യങ്ങളൊക്കെ ഓണാണ്. ഇവരിങ്ങനെ ഒരു ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ അടിച്ചു പൊളിക്കാൻ നിൽക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ മൈ ഹസ്ബൻഡ്. ഇന്നൊരു കുറേ ഹസ്ബൻഡുകളുണ്ട് കേട്ടോ. ഓക്കെ ഗോ. ഞാൻ ഇവിടെ ഒരു മലയാളിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഹൈ. Yeah, sure. Enjoy your stay. Yeah, sure. Okay, bye. Okay, thank you so much. Bye. Yeah.
ഹലോ, നമസ്കാരം. നമസ്കാരം. സോ ഫൈനലി ഞാനിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മൊൺറോവിയ എന്താ ഇത് മലയാളിയാണ്. അവരോട് സംസാരിച്ച് റൈറ്റ് ഒക്കെ വരുന്നുണ്ട്. നാട്ടിലെവിടെയായിരുന്നു? പത്തനംതിട്ട. പേര് അമൽ. ഓക്കെ. ഇവിടെ എത്ര ആളായി? ഇവിടെ 8 വർഷമായി. ഓക്കെ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഹോൾസെയിൽ. ഓക്കെ. എന്തിന്റെ എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഇവിടെ ജോലി. ഓക്കെ, അടിപൊളി. ലിക്കറിന്റെ കമ്പനിയല്ല, ഹോൾസെയിൽ. ഹോൾസെയിൽ. ഓക്കെ ഓക്കെ. ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇവിടെ തന്നെയാണ്? വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ലൈക് ലൈബ്രറി? ഇതിനു മുമ്പ് ഓട്ടോമൊബൈൽ ഫീൽഡായിരുന്നു. ഓക്കെ. ബൈക്കിന്റെ ഷോറൂം ആയിരുന്നു ഹീറോ. ഓക്കെ. ലൈക് ആഫ്രിക്കയിലല്ല? ഇവിടെ തന്നെ. ഓക്കെ. ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നേരെ ഇങ്ങ് വരുമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. ഇവിടെ വന്നിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു. ഭയങ്കര ടയർഡായിരുന്നു, ഭയങ്കര ചൂടല്ലായിരുന്നു. അപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ സത്യം ഒന്നും സമാധാനമായതൊക്കെ. എൻ്റെ ബാഗ് ഞാൻ വന്നപ്പോൾ തന്നെ അലങ്കോലാക്കി ഇട്ടേക്കാണ്. കാരണം ഞാൻ പെട്ടെന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. വലിയ ഫാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിവിടെയാണ് ഉറങ്ങാൻ വേണ്ടി പോകുന്നത്. സോ വിശന്നിട്ട് പോയി അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫാമിലിയാണ്, ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട് ഞാൻ. സോ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഹായ്, ഹൗ ആർ യു? എന്തിട്ട് വിശേഷം? സുഖമായിട്ടിരിക്കണം. പേര്? ലക്ഷ്മി. അത് അമൽ ബ്രോയുടെ വൈഫാണ് അല്ലേ? സോ ഇവിടെ വേറെ ഒരാളും കൂടെ ഉണ്ട്. ഹായ് ഹായ്. ഹലോ. ഒരു ബേബി ഉണ്ട്, പിന്നെ ഒരു ബ്രോ ഉണ്ട്. ബ്രോയുടെ പേര്? ആനന്ദ്. ഓക്കെ. ആളുടെ ബ്രദർ ആണല്ലേ? ഓക്കെ. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എഗ് കറി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, മോര് കറി ഉണ്ട്, ചോറുണ്ട്, ഡാല്, ഫിഷ്. ഇത്ര ഐറ്റംസ് ഉണ്ട് കേട്ടാ. ഓക്കെ. അപ്പോൾ കഴിക്കട്ടെ. എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ, വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. സോ ഞാൻ കഴിക്കാൻ പോവാണ്. അവിടെ എന്താ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നിവിടെ കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹായ്, പേര്? അശ്വിനി. നാട്ടില്? അശ്വതി. നാട്ടില്? കൊല്ലം. ഓക്കെ. ഇവിടെ എത്ര ആളായി? 1 വർഷമാവുന്നുള്ളൂ. 4 പിള്ളേരുണ്ടല്ലേ? ഹായ് ഹായ്. 1 2 3. ഒരാൾ നാട്ടിലാണ്. ഓക്കെ. ഹലോ, നമസ്കാരം. പേര്? അനൂപ്. ഓക്കെ. ഇവിടെ എത്ര ആളായി? എത്ര? 20 വർഷമായി. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ എല്ലാ ചരിത്രവും അല്ലേ എല്ലാം അറിയുന്നുണ്ടാവുമല്ലോ കംപ്ലീറ്റ്. ഞാൻ വരുന്ന വഴിക്കെല്ലാം ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അമേരിക്ക കോളനൈസ് ചെയ്താണ് എന്നൊക്കെ. അപ്പം ഞാൻ ഇവിടെ സ്റ്റോറി ചോദിച്ചപ്പോൾ ആളിനെ പറഞ്ഞിട്ടുണ്ടായി അവിടെ ചോദിച്ചാൽ അറിയാൻ പറ്റുന്നല്ല. ഒന്ന് പറയാൻ പറ്റുമോ? അമേരിക്ക കോളനൈസ് ചെയ്തതല്ല. ഓക്കെ. അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഫ്രീഡ് ആയിട്ടുള്ള സ്ലേവ്സിനെ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സ്ഥലം കണ്ടുപിടിച്ചു. അമേരിക്കയിലെ പോപ്പുലേഷൻ ഒരു സമയത്ത് ഒരു കൗണ്ടി മുഴുവൻ ബ്ലാക്ക് പീപ്പിളിനെ കൊണ്ട് നിറഞ്ഞപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായി. അന്നത്തെ ആ ഒരു 18th സെഞ്ച്വറി. പക്ഷെ അതൊരു റേസിസം അല്ലേ ആക്ച്വലി? കാരണം അവിടെ ഒരു സ്റ്റേറ്റിൽ മാത്രം ബ്ലാക്ക് ആളുകൾ വരുന്ന അവർക്ക് അത് പറ്റുന്നില്ല എന്നുള്ള അല്ലേ? അതെ, അടിമത്തം നിർത്തലാക്കിയിട്ടില്ല. അപ്പൊ അവരെ നോക്കിയപ്പോ അവർക്ക് ഈക്വൽ ആയിട്ട് കുറെ പേര് ഫ്രീഡ് ആയിട്ടുള്ള സ്ലേവ്സ് താമസിക്കുന്നു. അപ്പൊ ഈ ബ്ലാക്ക് ആയിട്ടുള്ളവരെയാണ് അടിമത്തം ചുമത്തിയത്, അല്ലാതെ വൈറ്റ് ആയിട്ടുള്ളവരെയല്ല. ഓക്കെ. അപ്പൊ അവരെ റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് അവര് അമേരിക്കൻ കോളനൈസേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാക്കി. അപ്പൊ അതിൽ ബ്രിട്ടൻ വന്നതാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് കണ്ടുപിടിച്ച സ്ഥലമാണ് പെപ്പർ കോസ്റ്റ് എന്ന് പറയുന്ന ലൈബീരിയയും സെറാലിയോണും. ഈ പെപ്പർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സൈസ് മുളക് കിട്ടും. മെളഗേറ്റ എന്ന് പറയുന്ന ഒരു സൈസ് മുളക് കിട്ടും. നമ്മുടെ ഈ നാട്ടില് ഇവിടുത്തെ ചന്തകളിലൊക്കെ കിട്ടും. ആ മിളക് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ വന്ന് മുമ്പ് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. നമ്മളെ നാട്ടിൽ നിന്ന് സ്പൈസസ് പോർച്ചുഗീസുകാർ എടുത്തു പോയ പോലെ. അപ്പൊ ആ മുളകിന്റെ പേരിലായിരുന്നു ഈ ലാൻഡ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു പെപ്പർ കോസ്റ്റ് ഒന്നുമില്ല. പെപ്പർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗാന മുതൽ ഈ ഒരു വെസ്റ്റ് ആഫ്രിക്ക കോസ്റ്റൽ ഏരിയ മുഴുവൻ പെപ്പർ കോസ്റ്റ് ആണ്. അപ്പൊ ലൈബീരിയാണ് അതിന്റെ മെയിൻ റീസൺ. അപ്പൊ അവര് ഈ പെപ്പർ കോസ്റ്റിനെ തെരഞ്ഞെടുത്ത് അവർ ആദ്യത്തെ ഒരു കപ്പലിൽ കുറെ പേരെ ഇവിടെ അയച്ചു. അവരിവിടെ വന്ന് ഇവിടുത്തെ ഇൻഡിജിനിയസ് പീപ്പിളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്തു. കുറെ പേരെ കാശ് കൊടുത്തും പണം കൊടുത്തും ഒക്കെ മേടിക്കാൻ സാധനങ്ങളൊക്കെ കൊടുത്തു. അന്ന് പൈസ ഇല്ലല്ലോ. സാധനങ്ങളൊക്കെ കാഴ്ചവെച്ച് അത് മേടിച്ചു. പിന്നെ കുറേ പേരെ ആയുധങ്ങൾ ഉപയോഗിച്ച് നേരിട്ട് വന്നപ്പോൾ അതിനകത്തൊരു 90% ആൾക്കാരും അമേരിക്കയിൽ ജനിച്ച് അമേരിക്കയിലുള്ള ആൾക്കാരിലുണ്ടായ ബ്ലാക്ക് പീപ്പിളായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഓൾമോസ്റ്റ് ഒരു വൈറ്റ് കളറും എല്ലാം അവരുടെ ഒരു ഈ ലുക്കും ഈ ഹെയറൊക്കെ മാത്രമേ ഉള്ളൂ ലൈബീരിയൻസിന്റെ ഒക്കെ പോലെ. ഒരു ബ്രൗൺ സ്കിൻ ആണോ? ബ്രൗൺ സ്കിൻ അവരെ മലാട്ടോസ് എന്ന് പറയും. അപ്പോൾ മലാട്ടോ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്നത്. അവരിവിടെ വന്നപ്പോഴത്തേക്കും കോങ്കോ പീപ്പിൾ എന്നറിയപ്പെട്ടു. അവർ ഇവിടെ അതായത് മോൺറോവിയയിൽ, പിന്നെ മെറിലാൻഡിൽ,
പിന്നെ ബുക്കാനൻ, ഇങ്ങനെ പല സ്ഥലങ്ങളായി. ബുക്കാനൻ എന്ന് പറയുന്ന സ്ഥലം തന്നെ ജെയിംസ് ബുക്കാനൻ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ഗവർണറിന്റെ പേരിലാണ്. അതുപോലെ മോൺറോവിയ എന്ന് പറയുന്നത് ജെയിംസ് മോൺറോവിയ എന്ന് പറയുന്ന ഒരാളുടെ, ഒരു അമേരിക്കയിലെ ഒരു പഴയ പ്രസിഡന്റ് ആയിരുന്നു, അവരുടെ പേരിലാണ്. ഇവിടുത്തെ ഓരോ സ്ഥലവും ഇതുപോലെ അവർ അമേരിക്കയ്ക്ക് ഈക്വൽ ആയിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ ഇവിടെ അഷ്മൺ സ്ട്രീറ്റ്, റാൻഡൽ സ്ട്രീറ്റ്, ഇതെല്ലാം അമേരിക്കൻ കോളനൈസേഷൻ സൊസൈറ്റിയിലെ ഓരോ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ജഹൂദി, അഷ്മൺ, റാൻഡാൽ. അപ്പോൾ ഈ റാൻഡൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന അയാളുടെ പേരിൽ, അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അതുപോലെ ഓരോ സ്ഥലങ്ങളും, സിംഗൂർ, എല്ലാ സ്ഥലങ്ങളും അതിന്റേതായ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ് ഇവിടെ ലൈബ്രറിയിൽ വന്നാൽ കാണുന്നല്ലേ. 200 ഇയേഴ്സിന്റെ ഹിസ്റ്ററി, അതായത് ഒരു 1815 തൊട്ട് ഒരു ഇപ്പോൾ വരെയുള്ള 26 വരെ. അതിന് മുമ്പുള്ള ഹിസ്റ്ററി ഒന്നും ആരും എഴുതി വെച്ചിട്ടില്ല. ഇവിടെ ലാംഗ്വേജ് ഇല്ല, ഒന്നുമില്ല. ഒരു 1-2 ലാംഗ്വേജ്. ഇവിടെ ഇപ്പൊ ഇംഗ്ലീഷും പിന്നെ ഏതൊക്കെയാ സംസാരിക്കുന്നവര്? ഇവിടെ ഇൻഡിജിനിയസ് ലാംഗ്വേജ് ഒരുപാടുണ്ട്, ഒരു 14 ലാംഗ്വേജ്. അതാണ് ഇവരുടെ അടുത്ത് കുറെ പറഞ്ഞത്, കീക്കി കാക്കു അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ് ഒക്കെ പറഞ്ഞു. കൂടുതൽ സംസാരിക്കുന്ന ഭാഷാണ്. ഇപ്പൊ ഗുഡ് മോർണിംഗ് എന്നുള്ളതിന് മോയോ എന്ന് പറയും, അത് ഭാഷയാണ്. അപ്പൊ അതുപോലെ പെലയുണ്ട്, ബന്ദിയുണ്ട്, ഗ്രിബോ ഉണ്ട്, ഒത്തിരി ലാംഗ്വേജ് ഉണ്ട്. ഈ കുറച്ച് ലാംഗ്വേജ്. ഇതെങ്ങനെ ഓരോ പ്രൊവിൻസ് അല്ലെ കൗണ്ടി അനുസരിച്ചാണോ ഇങ്ങനെ സംസാരിക്കുന്നത്, അത് ഓരോ ഏരിയ അനുസരിച്ച്? അങ്ങനെ പറയാം. നമ്മുടെ നാട്ടിലെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം ഉണ്ടാക്കിയതുപോലെ ഇവിടെയും ഏറെക്കുറെ ബാസ കൗണ്ടി എന്ന് പറയുന്നത്, ലോവർ മാർജിബി, അപ്പർ മാർജിബി എന്ന് പറയുന്ന 2 സ്ഥലങ്ങൾ. ഇത് രണ്ടും കൂടെ ഒന്നിപ്പിച്ചിട്ടാണ് മാർജിബി കൗണ്ടി ഉണ്ടാക്കിയത്. ഗ്രാൻഡ് ബാസ ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ ബാസ പീപ്പിളിന്റെ, ബാസ സംസാരിക്കുന്ന ആൾക്കാരെ ചേർത്തിട്ടാണ് ബാസ കൗണ്ടി ഉണ്ടാക്കിയത്. ഇതെല്ലാം ഓരോ സ്ഥലം, ഓരോ രാജ്യങ്ങളായിരുന്നു. അപ്പൊ അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ് പോലെ ലൈബീരിയ യുണൈറ്റഡ്, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ക്ലാൻ. ഈവൻ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ആദ്യം വിസ എടുക്കാൻ വേണ്ടി ഡാക്കറിൽ സെനഗലിൽ പോയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ലൈബീരിയ കണ്ടപ്പോൾ USA ഫ്ലാഗ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആദ്യമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഫ്ലാഗ് ആണ് ലൈബീരിയക്ക്, അല്ലെ? അവര് തന്നെ കൊടുത്ത ഫ്ലാഗ് ആണ്. മാത്രമല്ല 1940 തൊട്ട് $US ഇവിടെയും ലീഗൽ ടെൻഡർ ആണ്. ഏത് സ്ഥലത്ത് പോയാലും നിങ്ങൾക്ക് $US സാധാ കറൻസി പോലെ യൂസ് ചെയ്യാം. ബാങ്കിൽ അക്കൗണ്ട് $US ഓപ്പൺ ചെയ്യാം. സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ $1 കൊടുത്താൽ നിങ്ങൾക്കൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന സാലറി ഒക്കെ $US. ഇവിടെ 2 ടൈപ്പ് ഉണ്ട്. എന്താ ചെയ്യുന്നത്? ഞാൻ പവർ സിമെന്റ് എന്ന് പറയുന്ന സിമെന്റിന്റെ ബിസിനസ് ഡെവലപ്മെന്റ്. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാ? BDM. അപ്പോൾ സാലറി ഒക്കെ ഡോളറിലാണ്? $US. എനിക്ക് തോന്നുന്നു പൊതുവെ വെസ്റ്റ് ആഫ്രിക്കയിലും ആഫ്രിക്കയിലൊക്കെ ഡോളറിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ അപ്പൊ കറൻസി എല്ലാം. പക്ഷെ ഇവിടെ കുറച്ചുകൂടി ലീഗലാണ് എന്ന് വെച്ചാൽ ശമ്പളം അടക്കം എല്ലാം. ഗവൺമെന്റ് ഒക്കെ ഇപ്പോൾ സിറാലിയോണിലോ കാനഡ പോയ CD-യിലും സിറാലിയോൺ ഡോളറിലൊക്കെ ആയിരിക്കും. ഇവിടെ $US തന്നെയാണ് ശമ്പളം. കാരണം ഈ 1940 ഇത് കൊണ്ടുവന്നിട്ട് പിന്നെ 1990 ആയപ്പോഴത്തേക്ക് ഇവിടെ സിവിൽ വാർ ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ കറൻസി അച്ചടിക്കാനൊന്നും നിർവാഹമില്ല. അങ്ങനെ വന്നപ്പോൾ അമേരിക്കയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ. ഇപ്പോഴും അമേരിക്കയായിട്ട് കണക്ഷൻ ഉണ്ടോ ഈ ലൈബ്രറിക്ക്? ഇപ്പോഴും അമേരിക്കയിലാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഒരു സെക്കൻഡ് ഹോം എന്നുള്ള രീതിയിൽ പോകുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്കൻ എംബസി ആദ്യം വന്നത് ഒരു വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രി എന്ന് പറയുന്നത് ലൈബീരിയയിലാണ്. ഫുള്ളി വർക്കിംഗ് ആയിട്ടുള്ള അംബാസഡർ പണ്ട് മുതൽക്കേ ഉള്ള ഒരു സ്ഥലം. അതുപോലെ ഈ ഫ്രീപോർട്ട്, നമ്മുടെ എയർപോർട്ട്, ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്ത അമേരിക്കൻ ആർമിയായിരുന്നു ഒന്നാമത്തെ വേൾഡ് വാർ ടൈമിൽ. അപ്പോൾ അമേരിക്കയിലേക്കാണ് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല പോർച്ചുഗീസ് ഉള്ള കോളനിയുള്ള സ്ഥലത്ത് ആൾക്കാർ പോർച്ചുഗലിൽ പോകുന്നുണ്ട്. അതുപോലെ ഫ്രഞ്ച് കോളനിയുള്ളവർ ഫ്രാൻസിലേക്ക് ഒരുപാട് പോകുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് അമേരിക്കയിലേക്കാണ് ആളുകൾ കൂടുതൽ പോകുന്നത്. അമേരിക്ക ഒരിക്കലും ഇതിനെ ഒരു കോളനി ആക്കിയിട്ടില്ല. അവിടെ നിന്ന് ഫ്രീഡ് ആയിട്ടുള്ള സ്ലീവ് ഇവിടെ വന്ന് അവരിവിടെ ഒരു രാജ്യം ഉണ്ടാക്കുമായിരുന്നു. 1847 തൊട്ട് ഇതൊരു ഫ്രീ കൺട്രിയാണ്. ഇവർക്ക് സ്വന്തമായിട്ടൊരു, ഇവരെ അഡാപ്റ്റഡ് ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ അഡാപ്റ്റഡ് ഫ്രം അമേരിക്ക. അമേരിക്കയുടെ അതേ കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം എടുത്ത് ഇവിടെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇവരുടെ ആക്സെന്റും ഡിഫറെന്റ് ആണ്. അതായത് ഇപ്പോ ഗാംബിയയില് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണെങ്കിലും ബ്രിട്ടീഷ് കോളനി ആയതുകൊണ്ട് അവിടുത്തെ ഇംഗ്ലീഷ് വേറെയാ. ഇവിടുത്തെ ഇംഗ്ലീഷിന്റെ ഒരു ആക്സെന്റ് തന്നെ ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ ആക്സെന്റ് കൂടുതലുണ്ട്. ഞാനത് ശ്രദ്ധിച്ചു ഇവിടെ വന്ന സമയത്ത്. ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുന്നതിനൊപ്പം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കും. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഓരോരുത്തരൊക്കെ പയ്യന്മാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അമേരിക്കന്നാന്ന് വിചാരിച്ചിട്ട് എന്നെ അമേരിക്കയെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു കൈയും കാലും എല്ലാവർക്കും അമേരിക്കയിലോട്ട് പോകുന്നതാണ് ഇഷ്ടം. അതെ, കാരണം അവരവിടെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഒരു സെക്കൻഡ് ഹോം ആയിട്ട് അവിടെ ഇപ്പോൾ മിനസോട്ട എന്ന് പറയുന്ന ഒരു കൗണ്ടി, അമേരിക്കയിലുള്ള ഒരു കൗണ്ടിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ലൈബീരിയൻ മാർക്കറ്റ് ഉണ്ട്, ലൈബീരിയൻ എല്ലാ സംഭവങ്ങളും. എന്തെങ്കിലും അന്ന്
മിനസോട്ടയിലേക്ക് പോകുമ്പോൾ അവിടെ നോക്കുക ബ്രൂക്ലിൻ പാർക്ക് എന്ന് പറയുന്ന സ്ഥലം മിനസോട്ടയില് അതുപോലുള്ള ഏരിയകളൊക്കെ ഫുള്ളായിട്ടൊരു ഞാൻ നോക്കാം. ഞാനിപ്പോ മേ ബി നെക്സ്റ്റ് മന്ത് പോകുന്നുണ്ട്, US പോകുന്നുണ്ട്. കാരണം ഞാൻ നെക്സ്റ്റ് സൗത്ത് അമേരിക്ക പോകുന്നു. അപ്പൊ US കണക്ട് ചെയ്തിട്ടാ പോകുന്നത്. അവരോട് ചോദിച്ചാൽ മതി ഇവിടുത്തെ. അതുപോലെ ഇവിടെ ബാർബഡോസുമായിട്ട് ഈ രാജ്യത്തിന് കുറെ കണക്ഷൻസ് ഓക്കെ. കരീബിയൻ ഐലൻഡിലും ഞാൻ പോകുന്നുണ്ട്. ബാർബഡോസിൽ നിന്നുള്ള കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് സെറ്റിൽ ആയിട്ടുണ്ട്. അവര് ക്രോസിയർ വില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മെർലാൻഡ് ഒക്കെ പോലെ ക്രോസിയർ വില്ല എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ രാജ്യങ്ങൾക്ക് ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ഫ്രീ സ്ലേവ്സ് ആണ് ഇവിടെ വന്ന് സെറ്റിൽ ആയത്. ഇവിടത്തേക്ക് ഫ്രീ സ്ലേവ്സ് ആണ് ഇവിടേക്ക് വന്ന് സെറ്റിൽ ആയത്. റീലൊക്കേഷൻ അവർക്ക് ഇവിടെയാണ് കിട്ടിയത്. അങ്ങനെ അവരെല്ലാരും പിന്നെ തിരിച്ചു പോയി. യുദ്ധം വന്ന സമയത്തൊക്കെ അവരൊക്കെ തിരിച്ചു പോയി. ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ സ്പാനിഷ് കോളനിയും പോർച്ചുഗീസും ബ്രിട്ടീഷും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഫ്രഞ്ചൊക്കെ കണ്ടിട്ടും ഒരു അമേരിക്കൻ ഇത് കണ്ടിട്ടില്ല. കോളനൈസിങ് ചെയ്തൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി ഡീറ്റെയിൽ ആയി ചോദിക്കാൻ അറിയാൻ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയത്. അമേരിക്ക കോളനൈസ് ചെയ്തിട്ടില്ല, അമേരിക്ക മനസ്സിലായി, സ്ഥാപിച്ച ഒരു ഇത് ഇൻവെന്റ് ചെയ്തത് മനസ്സിലായി ആയിരുന്നു കൺട്രോൾ എന്ന് പറയാം. പ്രസിഡന്റ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും എന്താവശ്യം വന്നാലും അമേരിക്കൻ കോളനൈസ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ACS അല്ലേ? അതിങ്ങനെ ലോക്കൽ ആൾക്കാർ ഇങ്ങനെ വരുന്ന വഴിക്ക് എടുത്ത് കുറച്ചൊരു പറഞ്ഞായിരുന്നു. അങ്ങനെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാനിത് അവിടെ എഡിറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ലേറ്റ് ആയിട്ടുണ്ട്, 3 മണി കഴിഞ്ഞ്. ഇനി എപ്പോഴാണ് ഞാൻ ഉറങ്ങാൻ തന്നെ എനിക്കറിയില്ല. ഇനി എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉറങ്ങാനായിട്ട്. നല്ല ടയർഡാണ്. നാളെ രാവിലെ എണീച്ച് ട്രാവൽ ചെയ്യാനും ഉണ്ട് കേട്ടോ. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കും, പറയാൻ കിട്ടുന്നില്ല. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.